SSLC ഇംഗ്ലീഷ് ഗ്രാമറിൽ കമ്പാരിറ്റീവ്ലി കുറച്ച് ബുദ്ധിമുട്ടായിട്ടുള്ള ഗ്രാമർ ടോപ്പിക് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയുന്നത് കോൺവെർസേഷൻ കംപ്ലീഷൻ ആണ്. ഇതെന്റെ പേഴ്സണൽ ഒപ്പീനിയൻ ആണ്. പേഴ്സൺ ടു പേഴ്സൺ അത് വാരി ചെയ്യാൻ സാധ്യതയുണ്ട്. പക്ഷെ കഴിഞ്ഞൊരു 5 വർഷം 6 വർഷമായി ഓഫ്ലൈനിൽ ക്ലാസ്സുകൾ എടുക്കുന്ന, കഴിഞ്ഞൊരു 3 വർഷമായിട്ട് ഓൺലൈനിൽ ക്ലാസ് എടുക്കുന്ന ഒരു ടീച്ചറുടെ എക്സ്പീരിയൻസ് ആണ് ഞാൻ പറയുന്നത്. അതായത് കോൺവെർസേഷൻ കംപ്ലീഷൻ ചോദിച്ചു കഴിഞ്ഞാൽ കുട്ടികൾക്കൊക്കെ റൂൾസ് അറിയാം അല്ലെ. ഫോർ എക്സാമ്പിൾ, ഒരു WH ക്വസ്റ്റ്യന്റെ ഫോർമാറ്റ് എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം. അത് ക്വസ്റ്റ്യൻ വേർഡ് പ്ലസ് ഓക്സിലറി വേർബ് പ്ലസ് സബ്ജക്ട് പ്ലസ് മെയിൻ വേർബ് പ്ലസ് പിന്നെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് അതേഴ്സ് ആണ്. അറിയാം. ഒരു യെസ് ഓർ നോ ക്വസ്റ്റ്യന്റെ ഫോർമാറ്റ് നമുക്കറിയാം. ഹാഡ് ബെറ്റർ കഴിഞ്ഞാൽ എന്താണ് എഴുതേണ്ടത്, ബേസ് ഫോം ആണ്, V1 ആണ് എന്ന് നമുക്കറിയാം. പക്ഷെ പ്രശ്നം എവിടെ കിടക്കുന്നത്, നമ്മൾ പലപ്പോഴും ഒരു ക്വസ്റ്റ്യനെ അപ്രോച്ച് ചെയ്യുന്ന രീതിയിലാണ് പ്രശ്നം. നമ്മുടെ ലോജിക്ക്, കോമൺ സെൻസ് അപ്ലൈ ചെയ്യാതിരിക്കുന്നിടത്താണ് പ്രശ്നം. ഫോർ ഇൻസ്റ്റൻസ്, നമുക്ക് ഈ ചോദ്യം പരിശോധിക്കാം. ഇത് നമ്മുടെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ സെറ്റ് എയിലെ കോൺവെർസേഷൻ കംപ്ലീഷൻ ക്വസ്റ്റ്യൻ ആണ്. 5 മാർക്കിന്റെ വലിയ ചോദ്യമാണ്. നമുക്കിത് എങ്ങനെയാണ് സോൾവ് ചെയ്യുന്നത് എന്ന് ഒരുമിച്ച് നോക്കാം. ഓക്കെ, ആദ്യമായി ഞാൻ ആൻസറിലേക്കല്ല പോകുന്നത്, എങ്ങനെയാണ് ആൻസറിലേക്ക് എത്തേണ്ടത് എന്നാണ് ഞാൻ പറയുന്നത്. നോക്കൂ, ക്വസ്റ്റ്യൻ വായിക്കുന്നു. കംപ്ലീറ്റ് ദ കോൺവെർസേഷൻ ബിറ്റ്വീൻ ബബ്ലു ആൻഡ് ഹിസ് വൈഫ് ഗൗരി. അപ്പൊ നമുക്ക് മനസ്സിലായി ചാപ്റ്റർ ഏതാണ്, ഫീനിക്സ് റൈസസ് ആണ് അല്ലെ. ബബ്ലുയുടെ, ഗൗരിയുടെ, അരുണാചലം മുരുകാനന്ദത്തിന്റെ സ്റ്റോറിയാണ്. അപ്പോൾ ഞാൻ എപ്പോഴും കുട്ടികളോട് പറയുന്ന ഒരു കാര്യമാണ്, പ്രത്യേകിച്ച് ഓഫ്ലൈൻ ക്ലാസ്സിൽ, 8ാം ക്ലാസ്സിൽ 7ാം ക്ലാസ്സിൽ നിങ്ങളെക്കാൾ നന്നായി ഗ്രാമർ അറിയുന്ന ഒരു കുട്ടിക്ക് ചിലപ്പോൾ ഇത് സോൾവ് ചെയ്യാൻ പറ്റണമെന്നില്ല. കാരണം ആ കുട്ടിക്ക് ഈ കഥയുടെ എന്തറിയില്ല, കോണ്ടെക്സ്റ്റ് അറിയില്ല. അതുകൊണ്ട് കഥയുടെ കോണ്ടെക്സ്റ്റ് അറിയാവുന്ന നമ്മളിത് വായിക്കുകയാണ്. ബബ്ലു ആണ് തുടങ്ങുന്നത്. ഗൗരി, ഗസ് വാട്ട്, I have got something special for you today. നിങ്ങൾക്ക് എക്സാമുകളിൽ ഉറക്കെ വായിക്കാനൊന്നും പറ്റില്ല, പക്ഷെ എക്സാമുകളിൽ മനസ്സിൽ എന്ത് ചെയ്യുക, ആ മീനിങ് മനസ്സിലാക്കി, ആ എക്സ്പ്രഷൻ മനസ്സിലാക്കി എന്ത് ചെയ്യുക, വായിക്കാം. ബബ്ലു ആണ് തുടങ്ങുന്നത്. ഗൗരി, ഗസ് വാട്ട്. ഗൗരി, ഒന്ന് ഗസ് ചെയ്യാൻ പറ്റുമോ? I have got something special for you today. ഞാൻ നിനക്ക് ഇന്ന് സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു സാധനം എന്ത് ചെയ്തിട്ടുണ്ട്, കൊണ്ടുവന്നിട്ടുണ്ട് എന്ന് പറയുന്നു. അപ്പൊ ഗൗരി പറയാണോ, റിയലി, ശരിക്കും ഇതല്ലേ സംഭവിച്ചത്? ആണ്. എന്നിട്ട് ഇവിടെ ഒരു ക്വസ്റ്റ്യൻ മാർക്ക് ഉണ്ട്. എന്നിട്ട് ഇവിടെ ഒരു സ്പേസ് തന്നിട്ട് ഒരു ക്വസ്റ്റ്യൻ മാർക്ക് തന്നിട്ടുണ്ട്. വാട്ട് ഡസ് ദാറ്റ് മീൻ? സിമ്പിൾ ആണ് സാർ, അതൊരു ചോദ്യമാണ്. ഗൗരി ആദ്യം ശരിക്കും, റിയലി എന്ന് ചോദിക്കുന്നുണ്ട്. എന്നിട്ട് എന്തോ ഒരു ചോദ്യവും ചോദിക്കുന്നു. നമുക്കറിയാം ഇംഗ്ലീഷിൽ 2 ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണുള്ളത്. ഒന്ന് യെസ് ഓർ നോ ക്വസ്റ്റ്യൻ ആണ്, മറ്റൊന്ന് WH ക്വസ്റ്റ്യൻ ആണ്. ഇതിൽ ഏത് ടൈപ്പ് ക്വസ്റ്റ്യൻ ആയത്? അപ്പൊ നമ്മൾ ആൻസർ വായിക്കുക. ഇറ്റ് ഈസ് എ പാക്ക് ഓഫ് സാനിറ്ററി നാപ്കിൻസ്. ബബ്ലു പറയാണ് ഇതൊരു പാക്ക് ഓഫ് സാനിറ്ററി നാപ്കിൻസ് ആണ്. ആണല്ലോ, ആണ്. അപ്പൊ അത് എന്തല്ല, അതൊരു യെസ് ഓർ നോ ക്വസ്റ്റ്യൻ അല്ല, അതൊരു ബേസിക് ലോജിക് ആണ്. പിന്നെ എന്ത് ക്വസ്റ്റ്യൻ ആണ്? അതൊരു WH ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ ഈ പാർട്ടിൽ നമ്മൾ എഴുതേണ്ടത് ഒരു WH ക്വസ്റ്റ്യൻ, വാട്ട്, വിച്ച്, വേർ, വൈ, വെൻ, ഹു, ഹൗ, ഹൗ ലോങ്, ഹൗ ഫാർ, ഹൗ മച്ച്, ഹൗ മെനി എന്നൊക്കെ തുടങ്ങുന്നില്ല. ഇതിൽ ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ വേർഡിൽ തുടങ്ങുന്ന ഒരു WH ക്വസ്റ്റ്യൻ ആണല്ലോ, ആണ്. അപ്പൊ നമ്മള് ഒരു ക്വസ്റ്റ്യൻ എഴുതാൻ ആണ് നിങ്ങളോട് പറഞ്ഞിരുന്നത്. അയാൾ എന്താ ചോദിച്ചതെന്ന് നമുക്ക് അറിയില്ല, ഒരു ചോദ്യം എഴുതാനാണ് പറഞ്ഞത്. ഇപ്പൊ കോമൺ സെൻസ് ആണ്. ക്വസ്റ്റ്യൻ എന്താണ് എന്ന് നമുക്ക് ഗസ് ചെയ്യണമെങ്കിൽ, എഴുതണമെങ്കിൽ നമ്മൾ ആൻസർ വായിക്കണം. എന്താണ് ആൻസർ? ഇറ്റ് ഈസ് എ പാക്ക് ഓഫ് സാനിറ്ററി നാപ്കിൻസ്. ഇത് ഒരു പാക്ക് ഓഫ് സാനിറ്ററി നാപ്കിൻസ് ആണ്. അപ്പൊ നിങ്ങൾ തൊട്ട് മുമ്പ് ആലോചിച്ച് നോക്കുക. അതായത് ഗൗരി, ഞാൻ നിനക്ക് ഇന്ന് എന്താ കൊണ്ടുവന്നെന്ന് അറിയോ, അല്ലെങ്കിൽ ഞാൻ നിങ്ങൾക്ക് സ്പെഷ്യൽ ആയിട്ടൊന്ന് കൊണ്ടുവന്നിട്ടുണ്ട്. ഓ ശരിക്കും? എന്നിട്ട് എന്തോ ഒന്ന് ചോദിക്കുന്നു, ഇതൊരു പാക്ക് ഓഫ് സാനിറ്ററി നാപ്കിൻസ് ആണ്. അപ്പൊ എന്താ ചോദിച്ചിട്ടുണ്ടാവുക, എന്താണ് കൊണ്ടുവന്നത്? സാർക്ക് എങ്ങനെയാ അത് മനസ്സിലായത്? കോമൺ സെൻസ്. എനിക്കും നിങ്ങൾക്കും ഒരുപോലെയുള്ള സാധനമാണ്, കോമൺ സെൻസ് ആണ്. എന്താണ് കൊണ്ടുവന്നത്, അല്ലെങ്കിൽ എന്താണ് അത് എന്നാണ് ചോദ്യം. ഇനി നിങ്ങൾക്ക് നിർബന്ധമാണ്, സോറി എനിക്ക് ക്വാസ്മോ അപ്ലൈ ചെയ്തേ പറ്റുള്ളൂ, ഞാൻ അങ്ങനെയാണ് പഠിച്ചത്. അപ്പൊ നമ്മൾ ഇവിടെ എഴുതി വെക്കുക, അല്ല ഒരു WH ക്വസ്റ്റ്യന്റെ ഫോർമാറ്റ്, ക്വസ്റ്റ്യൻ വേർഡ്, ഓക്സിലറി വേർബ്, സബ്ജക്ട്, മെയിൻ വേർബ്. ശരി, ഇതൊക്കെ എഴുതി വെച്ചു. ഞാൻ ഇതേ ഫോർമാറ്റ് അപ്ലൈ ചെയ്യാൻ വേണ്ടി പോവാണ്. എന്താണത് എന്നല്ലേ ചോദിക്കണ്ടേ? അപ്പൊ ഞാൻ ആദ്യം വാട്ട് എഴുതുന്നു. മീൻ ക്വസ്റ്റ്യൻ വേർഡ് എന്തെഴുതുന്നു? വാട്ട് എഴുതുന്നു. എന്ത് എന്നുള്ള ഒറ്റ ക്വസ്റ്റ്യൻ വേർഡേ ഉള്ളൂ, ഇത് വാട്ടാണ്. അടുത്തത് എനിക്ക് ഓക്സിലറി വേർബ് വേണം. ഇംഗ്ലീഷിൽ 24 ഓക്സിലറി വേർബ്സ് ഉണ്ട്. അപ്പൊ ഏത് ഓക്സിലറി വേർബ് ആണ് എന്ന് എനിക്ക് കണിയാനെ വെച്ച് ജാതകം നോക്കാൻ പറ്റുമോ? ഇല്ല, പറ്റൂല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ ആൻസറിലേക്ക് നോക്കുന്നു. ആൻസറിൽ എന്താ? ഇറ്റ് ഈസ് എ പാക്ക് ഓഫ് സാനിറ്ററി നാപ്കിൻസ്. ഇറ്റ് ഈസ് ഇതൊരു പാക്ക് ഓഫ് സാനിറ്ററി നാപ്കിൻസ് ആകുന്നു. അപ്പൊ അതെന്താകുന്നു, അതെന്താണെന്നാണ് ചോദ്യം. അപ്പൊ ഈ ഈസ് തന്നെ നമ്മൾ മോൾ ഉപയോഗിക്കുന്നു. വാട്ട് ഈസ്. അടുത്തത് സബ്ജക്റ്റ് ആണ്. ഇതെന്താണെന്നല്ലേ, ഇതാ സബ്ജക്റ്റ്, ഇറ്റ്. നിങ്ങൾക്ക് അവിടെ ഇറ്റിന് പകരം എന്ത് ഉപയോഗിക്കാം? വാട്ട് ഈസ് ദാറ്റ്, എന്താണത്? അപ്പൊ നിങ്ങൾക്ക് പറയും ഇതാണ്. ഇനി വാട്ട് ഈസ് ഇറ്റ് എന്ന് ചോദിച്ചാലും കറക്റ്റ് ആണ്. വാട്ട് ഈസ് ഇറ്റ് അല്ലെങ്കിൽ വാട്ട് ഈസ് ദാറ്റ്. അപ്പൊ നിങ്ങൾ ആലോചിക്കുന്നു ക്വസ്റ്റ്യൻ വേർഡ്, ഓക്സിലറി വെർബ്, സബ്ജക്ട്. സോ
ഇവിടെ സാർ എന്ത് എഴുതിയിട്ടില്ല? മെയിൻ വേർബ് എഴുതിയിട്ടില്ല. ഇവിടെ സാർ എന്ത് എഴുതിയിട്ടില്ല? അതേഴ്സ് എഴുതിയിട്ടില്ല. അവിടെയാണ് ഞാൻ പറഞ്ഞത് നമ്മുടെ ലോജിക്, നമ്മുടെ ബേസിക് കോമൺ സെൻസ്. അതായത് ഒരു WH ക്വസ്റ്റ്യന്റെ ജനറൽ ഫോർമാറ്റ് ആണ് ക്വാസ്മോ. ഫോർ എക്സാമ്പിൾ, where are you going tomorrow? Where question word, are auxiliary verb, you subject, going main verb, tomorrow others. എന്നാൽ എപ്പോഴും ഈ ക്വാസ്മോ ഉണ്ടാവണമെന്നുണ്ടോ? ഫോർ എക്സാമ്പിൾ, who are you? who question word, are auxiliary verb, you subject. അവിടെ എന്തേ ഉള്ളൂ? ക്വാസേ ഉള്ളൂ, മെയിൻ വെർബും അതേഴ്സും ഇല്ല. ഇങ്ങനെയും സാധ്യതയുണ്ട്. ഓക്കെ ആണല്ലോ. അപ്പൊ ഒരു സാധനം ബൈ ഹാർട്ട് പഠിക്കുകയല്ല, അതിന്റെ പ്രാക്ടിക്കൽ ആപ്ലിക്കേഷൻ കൂടെ നമ്മൾ എന്ത് ചെയ്യണം നോക്കണം. അപ്പൊ ഒന്നാമത്തെ ചോദ്യത്തിന് ആൻസർ കിട്ടി. 2 ഇവിടെയാണ് ഈ ബി ക്വസ്റ്റ്യനിലാണ്, സി ക്വസ്റ്റ്യൻ, ബി ക്വസ്റ്റ്യൻ നമ്മൾ പറഞ്ഞിട്ട് സിയിലേക്ക് വരാം അല്ലെ, അതല്ലേ അതിന്റെ ശരി. സാനിറ്ററി നാപ്കിൻസോ, ബട്ട് ഐ ഹാവ് ഹേർഡ് ദാറ്റ് ദേ ആർ വെരി എക്സ്പെൻസീവ്. പക്ഷെ ഞാൻ കേട്ടല്ലോ അവ ഭയങ്കര എക്സ്പെൻസീവ് ആണെന്ന്, അവ ഭയങ്കര വിലയേറിയതാണെന്ന്. ഇവിടെ ഒരു സ്റ്റേറ്റ്മെന്റ്, ഒരു സെന്റൻസ്, ഒരു സ്റ്റേറ്റ്മെന്റ് തന്നു, എന്നിട്ട് ഇവിടെ ഒരു കോമ തന്നു, സ്പേസ്, ക്വസ്റ്റ്യൻ മാർക്ക്. അപ്പൊ നമുക്കറിയാം ഇതെന്താണ്, ഇതൊരു ക്വസ്റ്റ്യൻ ടാഗ് ആണ്. ശരി, ക്വസ്റ്റ്യൻ ടാഗിന്റെ റൂൾ നമുക്കറിയാം എന്ന് വിചാരിക്കും. എന്താ ക്വസ്റ്റ്യൻ ടാഗിന്റെ റൂൾ? സ്റ്റെപ്പ് നമ്പർ 1, പിക്ക് ഔട്ട് ദ ഓക്സിലറി വേർബ് ഫ്രം ദ ഗിവൺ സെന്റൻസ്. തന്നിരിക്കുന്ന സെന്റൻസിലെ ഓക്സിലറി വേർബ് എടുത്തെഴുതുക. ശരി. സ്റ്റെപ്പ് നമ്പർ 2, ഇഫ് ദ സെന്റൻസ് ഈസ് പോസിറ്റീവ്, ക്വസ്റ്റ്യൻ ടാഗ് വിൽ ബി നെഗറ്റീവ്. സെന്റൻസ് പോസിറ്റീവ് ആണെങ്കിൽ ക്വസ്റ്റ്യൻ ടാഗ് നെഗറ്റീവ് ആയിരിക്കും. എങ്ങനെയാ ക്വസ്റ്റ്യൻ ടാഗ് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്ന് മനസ്സിലാവുക? സിമ്പിൾ ആണ്. ആ സെന്റൻസിൽ നെഗറ്റീവ് വേർഡ്സ് ഏതെങ്കിലും ഉണ്ടോ നോക്കുക. ഏതൊക്കെ ഇംഗ്ലീഷിലെ നെഗറ്റീവ് വേർഡ്സ്? നോ, നോട്ട്, നത്തിങ്, നെവർ, നോബഡി, നിൽ, നെയ്തർ, നൺ, നിൽ. ഇപ്പൊ ഇന്ന തുടങ്ങി നമുക്ക് കണ്ടാൽ മനസ്സിലാവുന്ന ആൾക്കാർ. പിന്നെയോ ലിറ്റിൽ, ഫ്യൂ, ഇവ രണ്ടും നെഗറ്റീവ് ആണ്. പിന്നെ ഹാർട്ട്ലി, സ്കേഴ്സ്ലി, റെയർലി, സെൽഡം, ബെയർലി, ഇവരൊക്കെ നെഗറ്റീവ് ആണ്. ഇതിൽ ആരെങ്കിലും ഒരാൾ വന്നാലേ സെന്റൻസ് എന്താവുള്ളൂ? നെഗറ്റീവ് ആവുള്ളൂ. അതർവൈസ് ഇറ്റ് ഈസ് എ പോസിറ്റീവ് സെന്റൻസ്. ഇനി സെന്റൻസ് നെഗറ്റീവ് ആണെങ്കിൽ എന്താ ചെയ്യേണ്ടത്? ക്വസ്റ്റ്യൻ ടാഗിൽ ഒന്നും ചെയ്യണ്ട. സെന്റൻസ് പോസിറ്റീവ് ആണെങ്കിൽ നിങ്ങൾ ക്വസ്റ്റ്യൻ ടാഗിൽ ആ ഓക്സിലറി വെർബിന്റെ കൂടെ ഒരു N'(T) നോട്ട് എന്ന് ആഡ് ചെയ്യാം. നെഗറ്റീവ് ആണെങ്കിൽ ഒന്നും ചെയ്യണ്ട. ഫോർ എക്സാമ്പിൾ, ഹി ഈസ് നോട്ട് എ ടീച്ചർ, ഹി ഈസ് നോട്ട് എ ടീച്ചർ, അതിന്റെ ക്വസ്റ്റ്യൻ ടാഗ് ഈസ്, ഹി ആണ്. അവിടെ വേറെ ഒന്നും ചെയ്യണ്ട. മനസ്സിലാവുന്നുണ്ടല്ലോ? ഷീ ഡോണ്ട് ലൈക്ക് യു, ഷീ ഡോണ്ട് ലൈക്ക് യു. ഡു ഷീ ആണ് ചോദ്യം. ഡു ഷീ ആണ് ക്വസ്റ്റ്യൻ ടാഗ്. ഓക്കെ ആണോ? ഓക്കെ. അപ്പൊ ഇവിടേക്ക് വാ. ഇവിടെ നിങ്ങൾ ഓക്സിലറി വേർബ് പിക്ക് ചെയ്യുന്ന സമയത്ത് ചില ആൾക്കാർ ചില മണ്ടത്തരം കാണിക്കും, വളരെ കുറച്ച് പേര്. കാരണം എന്താ, ഇവിടെ നിങ്ങൾ നോക്കുമ്പോൾ ഇവിടെ ഒരു ഹാവ് എന്ന് പറഞ്ഞ ഓക്സിലറി വേർബും ഉണ്ട്, ആർ എന്ന് പറഞ്ഞ ഓക്സിലറി വേർബും ഉണ്ട്. അതായത് ഇവിടെ 2 ക്ലോസുകളുണ്ട്. ഐ ഹാവ് ഹേർഡ്, ഞാൻ കേട്ടല്ലോ, അവ ഭയങ്കര എക്സ്പെൻസീവ് ആണ്. ഇതിന് നമുക്ക് 1 എന്ന് വിളിക്കാം, ഇതിന് നമുക്ക് 2 എന്ന് വിളിക്കാം. ഞാൻ കേട്ടല്ലോ അല്ലെങ്കിൽ ഞാൻ കേട്ടു അവ ഭയങ്കര എക്സ്പെൻസീവ് ആണ്. ഇതിന് ഏതിനാണ് നിങ്ങൾ ക്വസ്റ്റ്യൻ ടാഗ് കൊടുക്കുക? അപ്പൊ നമ്മൾ ബേസിക് ലോജിക് അപ്ലൈ ചെയ്യാം. ക്വസ്റ്റ്യൻ ടാഗ് എന്ന് പറഞ്ഞാൽ നമുക്ക് അറിയാത്തൊരു കാര്യത്തെ, നമുക്ക് ഉറപ്പില്ലാത്തൊരു കാര്യത്തെ കൺഫേം ചെയ്യാൻ വേണ്ടി, ഉറപ്പിക്കാൻ വേണ്ടിയാണ് നമ്മൾ ക്വസ്റ്റ്യൻ ടാഗ് ഉപയോഗിക്കുന്നത്. ശരിയല്ലേ? അപ്പൊ നിങ്ങൾ ഇവിടെ കൊടുക്കുവാണ് ഐ ഹാവ് ഹേർഡ് ദേ ആർ വെരി എക്സ്പെൻസീവ്. ക്വസ്റ്റ്യൻ ടാഗ് ഹാവ് ഇൻ ഡൈ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ അതിലും വലിയ മണ്ടത്തരം ഉണ്ടോ? അതിന്റെ അർത്ഥം എന്താ? ഞാൻ കേട്ടല്ലോ അവ ഭയങ്കര വിലയുള്ളതാണെന്ന്. ഞാൻ കേട്ടോ, നിങ്ങൾ കേട്ടോ, നിങ്ങൾക്ക് അറിയില്ലേ, പിന്നെ നിങ്ങൾ എന്തിനാ അത് ഉറപ്പിക്കുന്നത്? മനസ്സിലായോ? ഞാൻ കേട്ടല്ലോ അവ ഭയങ്കര എക്സ്പെൻസീവ് ആണെന്ന്. ഞാൻ കേട്ടോ, അങ്ങനെയല്ല. ഓക്കെ. അപ്പൊ ഐ ഹാവ് ഹേർഡിനല്ല നിങ്ങൾ ക്വസ്റ്റ്യൻ ടാഗ് കൊടുക്കേണ്ടത്. എന്തിനാണ്? ദേ ആർ വെരി എക്സ്പെൻസീവിനാണ്. ദേ ആർ വെരി എക്സ്പെൻസീവിന് എങ്ങനെയാ ക്വസ്റ്റ്യൻ ടാഗ് കൊടുക്കുക? ഇവിടെ ഓക്സിലറി വേർബ് ഏതാ? ആറാണ്. ദേ ആർ വെരി എക്സ്പെൻസീവ് പോസിറ്റീവ് സെന്റൻസ് ആണോ നെഗറ്റീവ് സെന്റൻസ് ആണോ? സർ, ദേ ആർ വെരി എക്സ്പെൻസീവ്, അവ ഭയങ്കര പൈസ എക്സ്പെൻസീവ് ആണെന്ന് പറയുമ്പോൾ നെഗറ്റീവ് അല്ല, അതിൽ നെഗറ്റീവ് വേർഡ്സ് ഇല്ല. അപ്പൊ അത് പോസിറ്റീവ് ആണ്. അപ്പൊ എന്താണ്? ആർ ഇൻറ്റ് ആണ്. ദെൻ സബ്ജക്ട് ദേ ഇവിടെ തന്നെ തന്നിട്ടുണ്ട്, തപ്പി പോണ്ട. സോ രണ്ടാമത്തെ ആൻസർ എന്താണ്? ആർ ഇൻറ്റ് ദേ ആണ്. എന്താണ്? ആർ ഇൻറ്റ് ദേ. മൂന്നാമത്തതിലാണ് ഞാൻ നേരത്തെ ആദ്യം പറഞ്ഞ ലോജിക്, കോമൺ സെൻസ് എന്റെ കുട്ടികൾ അപ്ലൈ ചെയ്യാൻ വേണ്ടി പോകണം. നോക്കൂ. യെസ്, ദേ ആർ വെരി എക്സ്പെൻസീവ്. എന്റെ പ്രിയപ്പെട്ട ഭാര്യ ഭയങ്കര എക്സ്പെൻസീവ് ആണ്. 40 rupees എ പാക്ക്. ഒരു പാക്കിന് 40 രൂപയുണ്ട്. ഒരു പാക്കിന് 40 രൂപയുണ്ട്. യു ഹാഡ് ബെറ്റർ ഡാഷ്, യു ഹാഡ് ബെറ്റർ ഡാഷ്. നമുക്കറിയാം ഈ ഹാഡ് ബെറ്റർ എന്ന് പറഞ്ഞ എക്സ്പ്രഷൻ ഒരു സ്ട്രോങ് സജഷനോ അഡ്വൈസോ കൊടുക്കാൻ വേണ്ടി, ഒരു ശക്തമായിട്ടുള്ള നിർദ്ദേശമോ ഉപദേശമോ ഒക്കെ കൊടുക്കാൻ വേണ്ടിയാണ് നമ്മൾ ഹാഡ് ബെറ്റർ എന്ന് പറഞ്ഞ എക്സ്പ്രഷൻ ഉപയോഗിക്കുന്നത്. ഹാഡ് ബെറ്ററിന്റെ റൂൾ വളരെ സിമ്പിൾ ആണ്. ഹാഡ് ബെറ്റർ ഷുഡ് ബി ഫോളോഡ് ബൈ the base form of the verb. Had better should be followed by V1. നമുക്ക് അങ്ങനെ ഓർമ്മിച്ചേക്കാം, V1. And it shouldn't be followed by 2. Had better എന്ന് ചില ആൾക്കാർക്ക് ഒരു സുഖമുണ്ട്. You had better to study well. You had better to go to school. അങ്ങനെ ഒരു സുഖം. ആ സുഖത്തിന് മാർക്ക് കിട്ടില്ല. Had better കഴിഞ്ഞ് എന്താ ഉപയോഗിക്കാൻ പാടുള്ളൂ?
ബേസ് ഫോം അല്ലെങ്കിൽ V1 ഉപയോഗിക്കാൻ പാടുള്ളൂ എന്ന് ഓർമ്മിച്ച് വെക്കാം. അപ്പൊ ഇവിടെ എനിക്ക് എന്തോ എഴുതി വെക്കാൻ പറ്റുമോ? ഇല്ല. യു ഹാഡ് ബെറ്റർ ഈറ്റ് ബിരിയാണി. ടെക്നിക്കലി ഗ്രാമാറ്റിക്കലി ഇത് കറക്റ്റ് ആണ്, ബട്ട് കോണ്ടെക്സ്ച്വലി അത് തെറ്റാണ്. അപ്പൊ യു ഹാഡ് ബെറ്റർ കണ്ട് എനിക്ക് എന്തോ ഒരു V1 അല്ലെങ്കിൽ ഒരു ബേസ് ഫോം എഴുതണം. എന്ത് എഴുതണം? ഡിപ്പെൻഡ്സ് ഓൺ ദ റെസ്പോൺസ് എന്താ നോക്കൂ. ഐ നോ ദേ ആർ ഹെൽത്തിയർ ദാൻ റാക്സ്. എനിക്കറിയാം അവർ റാക്സിനേക്കാളും എന്താണ് ഹെൽത്തിയർ ആണ്. എനിക്കറിയാം അത് കീറത്തുണിയേക്കാൾ ആരോഗ്യപരമാണ്. ബട്ട് ഇഫ് ഷാലു ആൻഡ് ഐ സ്റ്റാർട്ട് ബൈയിങ് ദിസ് എവറി മന്ത്, പക്ഷെ ഞാനും ഷാലു, നിങ്ങളുടെ പെങ്ങൾ ഷാലുവും കൂടെ എല്ലാ മാസവും ഇത് വാങ്ങാൻ തുടങ്ങിയാൽ എന്ന് പറഞ്ഞത് അടുത്ത പ്രശ്നമാണ്, അടുത്ത ചോദ്യമാണ്. അത് ഇഫ് ക്ലോസ് ആണ്. പക്ഷെ ഇവിടെ ഒരു തീരുമാനം ഉണ്ടാക്കുക, ഹാഡ് ബെറ്റർ. അവിടെ നിങ്ങൾ ആലോചിക്കുക. ആൻസർ നോക്കുമ്പോൾ റെസ്പോൺസ് നോക്കുമ്പോൾ ഐ നോ ദേ ആർ ഹെൽത്തിയർ ദാൻ റാക്സ്. അവിടെ നിങ്ങൾക്ക് ഹാഡ് ബെറ്ററിനെ കൂടെ ചേർക്കാൻ ഒന്നുമില്ല. ശരിയല്ലേ? നിങ്ങളുടെ പ്രശ്നം എനിക്ക് മനസ്സിലായി. ഐ ക്യാൻ ഫീൽ യു ഹിയർ. പിന്നെ എന്താ ചെയ്യേണ്ടത്? അപ്പൊ നിങ്ങൾ നിങ്ങളുടെ ബേസിക് ഐഡിയ, ബേസിക് ലോജിക്, കോമൺ സെൻസ് അപ്ലൈ ചെയ്യുക. അതായത് സാനിറ്ററി നാപ്കിൻസ് കൊടുക്കുന്നു. അപ്പൊ ഗൗരി വൈഫ് പറയും ഇത് ഭയങ്കര എക്സ്പെൻസീവ് ആണെന്ന് കേട്ടല്ലോ. അതെ, ആണ്, എക്സ്പെൻസീവ് ആണ്. 40 രൂപയുടെ ഒരു പാക്കിന്. പക്ഷേ സാനിറ്ററി നാപ്കിൻസ് കൊടുത്തിട്ട് എന്തായിരിക്കും പറയുന്നുണ്ടാവുക? യു ഹാഡ് ബെറ്റർ യൂസ് ഇറ്റ്. അത് നിങ്ങളുടെ കോമൺ സെൻസ് ആണ്. യു ഹാഡ് ബെറ്റർ യൂസ് ഇറ്റ്. അത് ഉപയോഗിക്കുക. അതാണ് എൻ്റെ നമുക്കത് ചെയ്യുന്നതാണ് നല്ലത്. യു ഹാഡ് ബെറ്റർ യൂസ്. അല്ലാതെ സാനിറ്ററി നാപ്കിൻസ് കൊടുത്തിട്ട് യു ഹാഡ് ബെറ്റർ ഈറ്റ് എന്നോ യു ഹാഡ് ബെറ്റർ റൺ എന്നോ യു ഹാഡ് ബെറ്റർ ക്ലൈംബ് എന്നോ പറയില്ലല്ലോ. അതൊക്കെ പരസ്യത്തിൽ പറയല്ലേ. ഓക്കെ, ശരി. യു ഹാഡ് ബെറ്റർ യൂസ് ഇറ്റ്. ഗൗരി, I know they are healthier than rags, but if Shalu and I start buying this every month. അപ്പൊ അടുത്ത ക്വസ്റ്റ്യൻ വന്നു. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഒരു ഇഫ് ക്ലോസ് ആണ്. ഇവിടെ ഇഫ് ഉള്ളതുകൊണ്ട് ഇഫ് ക്ലോസ് ആണ്. നമ്മളിവിടെ മെയിൻ ക്ലോസ് എഴുതാനാണ് പറഞ്ഞത്. ഇഫ് ഷാലു ആൻഡ് ഐ സ്റ്റാർട്ട് ബൈയിങ് ദിസ് എവ്രി മന്ത്. ഞാനും ഷാലു സ്റ്റാർട്ട് ബൈയിങ് ദിസ് എവ്രി മന്ത്. എല്ലാ ദിവസവും ഇത് വാങ്ങാൻ തുടങ്ങിയാൽ എന്ത് സംഭവിക്കുമെന്ന് നമുക്കറിയില്ല. എന്താണ് പറഞ്ഞത് നമുക്കറിയില്ല. പക്ഷെ ഒരു കാര്യം നമുക്കറിയാം, ഇഫ് ക്ലോസിൽ ഏതാണ് വന്നത്. അതായത് നിങ്ങൾ ഇഫ് ക്ലോസ് എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ ഓർമ്മിച്ച് വെക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇഫ് ക്ലോസിൽ 3 ടൈപ്പ് സെന്റൻസുകളാണുള്ളത്. ഒരു യൂണിവേഴ്സൽ ട്രൂത്ത് വേറെ ഉണ്ട്, പക്ഷെ നമ്മൾ സാധാരണ രീതിയിൽ പറയുകയാണെങ്കിൽ 3 ടൈപ്പാണുള്ളത്. അതിലൊന്ന്, ഇഫ് ക്ലോസിൽ V1 വന്നാൽ മെയിൻ ക്ലോസിൽ വിൽ പ്ലസ് V1 ഉപയോഗിക്കാം. ഇഫ് ക്ലോസിൽ V2 വന്നാൽ മെയിൻ ക്ലോസിൽ വുഡ് പ്ലസ് V1 ഉപയോഗിക്കാം. ഇഫ് ക്ലോസിൽ ഹാഡ് പ്ലസ് V3 വന്നാൽ മെയിൻ ക്ലോസിൽ വുഡ് ഹാവ് പ്ലസ് V3 ഉപയോഗിക്കാം. ഇനി ഞാൻ ഒരു കാര്യം കൂടെ പറഞ്ഞേക്കാം. ഇപ്പൊ ഈ വില്ലിന് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ ക്യാനോ, ഷാളോ, മേയോ ഇഫ് അപ്രോപ്രിയേറ്റ് ഉപയോഗിക്കാം. അതുപോലെ തന്നെ വുഡിന് പകരം ഷാളോ മനസ്സിലായില്ല. ഓക്കെ, വുഡിന് പകരം ഷുഡോ, കുഡോ, മൈറ്റോ ഉപയോഗിക്കാം ഇഫ് അപ്രോപ്രിയേറ്റ്. ഓക്കെ, ശരി. അപ്പോൾ ഇത് ഒന്ന് മനസ്സിൽ വെച്ചേക്കാം. വിൽ പ്ലസ് V1 എന്ന് ഞാൻ പറയുമ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ക്യാനോ, മേയോ, ഷാളോ ഉപയോഗിക്കാം അപ്രോപ്രിയേറ്റ് അനുയോജ്യമാണെങ്കിൽ. ഇതാണല്ലോ ഓർമ്മിച്ച് വെക്കേണ്ടത് ആണ്. അങ്ങനെയാണെങ്കിൽ പറ, ഇഫ് ഷാലു ആൻഡ് ഐ സ്റ്റാർട്ട് ബൈയിങ്. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായി ഇഫ് ക്ലോസിലെ വേർബ് എന്ന് പറയുന്നത് സ്റ്റാർട്ട് ആണ് അല്ലെങ്കിൽ സ്റ്റാർട്ട് ബൈയിങ് ആണ്. രണ്ടും ഓക്കെ ആണ്. സ്റ്റാർട്ട് ആണ്, V1 ആണ്. അപ്പൊ മെയിൻ ക്ലോസിൽ എന്താ വരേണ്ടത്? വിൽ പ്ലസ് V1 ആണ് വരേണ്ടത്. ഇതാണ് നമ്മുടെ കോമൺ സെൻസ്. ഇത് നമ്മൾ ആ കോമൺ സെൻസിന് എന്ത് ചെയ്യണം? അപ്ലിക്കേഷൻ ലെവലിൽ കൊണ്ടുവരികയാണ്. ആൻസർ വായിക്കുന്നു. ദാറ്റ് ഈസ് ട്രൂ. അത് ശരിയാണ്. നിങ്ങൾ പറഞ്ഞത് ശരിയാണ്. ആര്? വൈഫിനോട് ഭാര്യ പറഞ്ഞത് ശരിയാണ്. വി മേ നോട്ട് ഹാവ് മണി ടു ബൈ ഹൗസ് ഹോൾഡ് ഗുഡ്സ്. നമുക്ക് എന്തുണ്ടാവില്ല? ഹൗസ് ഹോൾഡ് ഗുഡ്സ് വാങ്ങാൻ പൈസ ഉണ്ടാവില്ല. അപ്പൊ എന്തായിരിക്കും പറഞ്ഞിട്ടുണ്ടാവുക? ഞാനും ഷാലുവും ഇതെല്ലാ മാസവും വാങ്ങാൻ തുടങ്ങി കഴിഞ്ഞാൽ ഇവിടെ എന്താ പറയേണ്ടത്? വില്ലെന്നാണ് പറയേണ്ടത്, V1. ഓക്കെ, സോ ഇവിടെ വില്ലിന് പകരം വേണമെങ്കിൽ എന്തുപയോഗിക്കാം? അത് മേ നോട്ട് ഉപയോഗിക്കാം. അപ്പൊ മേ നോട്ട് ഉപയോഗിക്കാം. ഓക്കെ, സോ വി വിൽ നോട്ട് എന്നോ അല്ലെങ്കിൽ വി മേ നോട്ട് ഹാവ് മണി ടു ബൈ ഹൗസ് ഹോൾഡ് ഗുഡ്സ്. ഫുൾ സ്റ്റോപ്പ്. ഓക്കെ, അടുത്തത് വുഡ് യു മൈൻഡ്. വുഡ് യു മൈൻഡിന്റെ റൂൾ നമുക്കറിയാം. എന്താ വുഡ് യു മൈൻഡ്? വുഡ് യു മൈൻഡ് എന്ന് പറയുമ്പോൾ നമ്മൾ വളരെ പൊളൈറ്റ് ആയിട്ട്, വളരെ മാന്യമായിട്ട് ഒരു റിക്വസ്റ്റ്, ഒരു അഭ്യർത്ഥന നടത്താൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന എക്സ്പ്രഷൻ ആണ് ഇത് വുഡ് യു മൈൻഡ് എന്ന് പറയുന്നത്. വുഡ് യു മൈൻഡിന്റെ റൂൾ എന്താ? വുഡ് യു മൈൻഡ് കഴിഞ്ഞാൽ വുഡ് യു മൈൻഡ് ഷുഡ് ബി ഫോളോഡ് ബൈ ദ ING ഫോം ഓഫ് ദ വെർബ്. വെർബിന്റെ ING അല്ലെ? സിംഗിങ്, ഡാൻസിങ്, റീഡിങ്, റൈറ്റിംഗ്, ING ഫോം ഫോളോ ചെയ്യണം. ഓക്കെ ആണല്ലോ. അപ്പൊ ഇവിടെ എന്താണ്? വുഡ് യു മൈൻഡ് കഴിഞ്ഞിട്ട് എന്ത് ഉപയോഗിക്കണം? ആൻസർ വായിക്കുക. ഗൗരി,
നോ, ദാറ്റ് ഈസ് ഇമ്പോസിബിൾ. ഇല്ല, അത് നടക്കില്ല. എന്തോന്ന് റിക്വസ്റ്റ് ചെയ്തു ബബ്ലു, അത് നടക്കില്ല എന്ന് ഗൗരി പറയുന്നു. എന്ത് നടക്കില്ല? ഐ കനോട്ട് സപ്പോർട്ട് യു ഇൻ മേക്കിംഗ് സാനിറ്ററി നാപ്കിൻസ് അറ്റ് ഹോം. എനിക്ക് നിങ്ങളെ വീട്ടിൽ നിന്ന് സാനിറ്ററി നാപ്കിൻസ് ഉണ്ടാക്കാൻ എന്ത് ചെയ്യാൻ പറ്റില്ല? സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി പറ്റില്ല. അപ്പൊ എന്തായിരിക്കും ചോദിച്ചിട്ടുണ്ടാവുക? സപ്പോർട്ട് ചെയ്യാൻ പറ്റുമെന്നാണ്. അപ്പൊ ING ഫോം എഴുതുക. വുഡ് യു മൈൻഡ് സപ്പോർട്ടിങ്? ബാക്കി ഇതുപോലെ എഴുതുക. യു എന്നുള്ളത് മീ ഇൻ മേക്കിംഗ് സാനിറ്ററി നാപ്കിൻസ് അറ്റ് ഹോം. ഇത്രേ ഉള്ളൂ കാര്യം. വുഡ് യു മൈൻഡ് കഴിഞ്ഞിട്ട് എന്ത് ഉപയോഗിക്കുക? ING ഉപയോഗിക്കുക. മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നു. ഒരു ക്വസ്റ്റ്യൻ ആണ്, വളരെ സിസ്റ്റമാറ്റിക് ആയി നമ്മൾ ചെയ്തു തീർത്തത്. ആൻഡ് ഉറപ്പായിട്ടും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ അറിയിക്കണം. ആൻഡ് ദയവ് ചെയ്തിട്ട് സർ എല്ലാ ഗ്രാമർ ടോപ്പിക്സിന്റെ വീഡിയോ ഇടോ എന്നുള്ള കമന്റ് നമുക്ക് മാറ്റി നിർത്താം. ഉറപ്പായിട്ടും എല്ലാ ഗ്രാമർ ടോപ്പിക്കിന്റെ വീഡിയോസും ചെയ്യും. അത് നമ്മൾ ഗംഭീരമായി പഠിക്കും. പക്ഷേ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ അത് എന്തുകൊണ്ട് ഇഷ്ടമായി എന്ന് ഒന്ന് കമന്റ് ബോക്സിൽ പറയാം. മാക്സിമം ആളുകളിലേക്ക് ഈ വീഡിയോയുടെ ലിങ്ക് ഷെയർ ചെയ്ത് കൊടുക്കാം. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ, ദിസ് ഇസ് നാസർ ഫാറുദ്ദീൻ, നിങ്ങളുടെ സ്വന്തം നാച്ചു സാർ, സൈനിങ് ഓഫ് ഫ്രം Xylem Learning. Happy learning everybody. Bye.